ശപിക്കുകയല്ല ചെയ്തത്, ശപിക്കുകയല്ല ചെയ്തേ. അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ച് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന്, അപ്പോൾ അവർ കടന്നുപോയ സിറ്റുവേഷൻ എഴുതിയിട്ടുണ്ട്. ഞെരുക്കം, പ്രതിസന്ധി, ടെൻഷൻ, വെല്ലുവിളി, ഒറ്റപ്പെടൽ, ഇതൊക്കെയാ ഓരോരുത്തരുടെയും ഞെരുക്കുന്ന കുറെ അനുഭവങ്ങളാ. അപ്പോൾ അവർ കഷ്ടതയിൽ ദൈവത്തെ വിളിച്ചപ്പോ ദൈവം അവർക്ക് വേണ്ടി ചെയ്തത്, കഷ്ടതയിൽ കുറച്ചുകൂടെ തുടരട്ടെ, കുറച്ചു നാളും കൂടെ അവിടെ നിങ്ങൾ കഴിയണം എന്നല്ല, ഉടനെ എല്ലാ ഞെരുക്കങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു, പുറത്തു കൊണ്ടുവന്നു, ആ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. ഇന്ന് ശനിയാഴ്ച വചനം കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, ഏതേലും ഞെരുക്കത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ഏതേലും പ്രതിസന്ധി നിങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഈ പ്രവൃത്തി ദൈവം, ഈ വചനത്തിലൂടെ കേട്ട ദൈവ പ്രവൃത്തി നിങ്ങളിൽ സംഭവിക്കട്ടെ. ആ അവസ്ഥയിൽ നിന്ന്, ആ ഞെരുക്കത്തിൽ നിന്ന്, ആ കേസിടപാടിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന്, ആ ഒറ്റപ്പെടലിൽ നിന്ന്, ആ ശൂന്യതയിൽ നിന്ന്, ആ സ്നേഹം കിട്ടാത്ത അവസ്ഥയിൽ നിന്ന്, ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന പ്രയാസത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്ന് രക്ഷിക്കും. നിന്നെ രക്ഷിക്കാനുള്ള ഒരു ദൈവ പദ്ധതി ദൈവത്തിന്റെ കയ്യിലുണ്ട്. എപ്പോഴത് വെളിപ്പെടുന്നതെന്ന് അറിയാമോ? ഞെരുക്കങ്ങളിൽ, പ്രതിസന്ധികളിൽ പ്രാകുമ്പോഴല്ല, പ്രതിസന്ധികളിൽ വെറുതെ കടന്ന് ശപിക്കുമ്പോഴല്ല, പ്രതിസന്ധിയിൽ ഇങ്ങനെ പരക്കം പായുമ്പോഴല്ല, പ്രതിസന്ധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം വെളിപ്പെട്ടത് 19-ാമത്തെ വാക്യത്തിലാണിത് പറയുന്നെങ്കിൽ 20-ാമത്തെ വാക്യത്തിലല്ല ഇത് വെളിപ്പെട്ടത്, 19-ാം വാക്യത്തിൽ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. പ്രാർത്ഥിച്ച ഉടനെ തന്നെ അവിടെ ദൈവ സാന്നിധ്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ആ വാക്യം നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തു വായിച്ചേ. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ, അവരവരനുഭവിക്കുന്ന വേദനകളുണ്ട്. വേറൊരാൾ നോക്കുമ്പോൾ നമുക്ക് സൗഭാഗ്യമാണ്, വേറൊരാൾ നോക്കുമ്പോൾ നമ്മൾ വളരെ ഒരു കുഴപ്പമില്ല. പക്ഷെ അവരവർക്കല്ലേ അറിയത്തുള്ളൂ അവരവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന വിഷയങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ അവരവർക്കേ അറിയത്തുള്ളൂ. കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയ വീടുണ്ട്, കാറുണ്ട്, കയ്യേലും കഴുത്തേലും ഒക്കെ സ്വർണ്ണമുണ്ട്, നല്ല വസ്ത്രമാ ധരിച്ചിരിക്കുന്നത്, നമ്മൾ അത്രയും കാണുന്നുള്ളൂ. എന്നാൽ പലരും മനസ്സുകൊണ്ട് ഞെരുക്കത്തിലാ